അപ്പം ഇന്ന് ഞാൻ കാത്തിരുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് വഴി പറഞ്ഞുതരാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ കാത്തിരുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യുക, ബെൽ ബട്ടണുകളിൽ ക്ലിക്ക് ചെയ്യുക. എൻ്റെ പഠിച്ചിരുന്ന അക്കാഡമിക്കാണ് പോണത്. അപ്പോൾ ഞാനങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം കൊണ്ട് പാലത്തിൻ്റെ അപ്പുറത്തേക്കാണ് ബസ്. അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പാലം പണിയൊന്നും കഴിയാറായിട്ടൊന്നുമില്ല കേട്ടോ. എപ്പോൾ കഴിയാവോ? അപ്പോൾ ഞാൻ വേഗം ഓടിപ്പോയി ബസ്സിൽ കയറി സീറ്റൊക്കെ പിടിച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബസ്സിൽ സീറ്റെല്ലാം നിറഞ്ഞതിന് ശേഷം ബസ് എടുക്കത്തുള്ളൂ. അത് കാരണം കൊണ്ട് ഏകദേശം ഒരു 10:30 കഴിഞ്ഞപ്പോഴാണ് ബസ് എടുത്തത്. അപ്പം ഞാൻ പുറത്തൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പിന്നെ നടന്നു വന്നപ്പോഴേക്കും ആകെ വേർത്തു. നമുക്കെല്ലാവർക്കും ഇഷ്ടം വിൻഡോ സീറ്റ് ഇരുന്നിട്ട് പോകാനായിരിക്കുമല്ലോ. അപ്പോൾ എനിക്കും അത് വിൻഡോ സീറ്റിൽ തന്നെ ഇരുന്ന് കാഴ്ചകൾ കണ്ടിട്ട് പാട്ടൊക്കെ കേട്ടിരുന്ന് പോകാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ചുണ്ടെന്തെങ്ങനെ പിടിച്ചിരിക്കണമെന്ന് വെച്ചാൽ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കായിരുന്നു അവിടെ ഇരുന്നിട്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാറ്റ് എന്തെങ്കിലും കിട്ടുള്ളൂ. കാരണം നല്ല ചൂടായിരുന്നു ബസ്സിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ. എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൾ നെക്സ്റ്റ് വീക്കാണ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ റൗണ്ടൊക്കെ ഇറങ്ങി അങ്ങോട്ട് നടന്നു. നമ്മൾ അക്കാഡമിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മിസ്സിനൊക്കെ ഒന്ന് കയറി കണ്ടു. അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ നല്ല മിസ്സ് നല്ല സുന്ദരിയായിരുന്നു കേട്ടോ. അപ്പോൾ പരിസ്ഥിതി ദിനത്തിൻ്റെ അനുബന്ധിച്ച് പച്ച ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുകയായിരുന്നു മിസ്സ്. അങ്ങനെ പിന്നെ അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ബസ് കയറി. ഇനി ശക്തനിൽ പോയിട്ട് വേണം നമുക്ക് വീട്ടിലോട്ട് ബസ് കയറാൻ വേണ്ടിയിട്ട്. അവിടുന്ന് പോകുന്നേ പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനൊക്കെ നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അങ്ങോട്ടും പോകാൻ പറ്റില്ല, എവിടെയൊക്കെ വെച്ചിട്ട് ഞാൻ ആരൊക്കെ കാണുമെന്നും പറയാൻ പറ്റില്ല. അങ്ങനെയായി. അങ്ങനെ പിന്നെ സ്റ്റാൻഡെത്തി ഞാൻ ബസ് കയറിയിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വീടെത്താറായി ഗൈസ്. നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലോട്ട്. അപ്പോൾ വീട്ടിലെത്തി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതിയെന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ എത്തി ഗൈസ്. അപ്പോൾ വന്നപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു. കാരണം നല്ല ചൂടാണ് പുറത്ത്. ഇപ്പം മഴയൊക്കെ രാത്രിയാണ് പെയ്യുന്നത്, രാവിലെ നല്ല ചൂടാണ്. അത് തന്നെ കൊണ്ട് തുണികളൊക്കെ വേഗം ഉണങ്ങും. അങ്ങനെ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാം കേട്ടോ. അവിടെ വെച്ചിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വാങ്ങിച്ചു പെട്ടെന്ന് പോലെ ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതാണ് സർട്ടിഫിക്കറ്റ് കേട്ടോ. അങ്ങനെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയിട്ടാണ്. ഇനിയൊന്ന് ഫുഡ് കഴിക്കണം ഗൈസ്. സത്യം പറഞ്ഞ് ഞാൻ ആകെ വയ്യാണ്ടായി. ഒന്നാമത് വെയിൽ കൊണ്ടുപോയിട്ട് ഇത് ഞാൻ വേർത്തൊഴുകി. എന്താ ചെയ്യാൻ? തുടങ്ങി നോയ്സാണ് ഗൈസ്. അത് കാരണം കൊണ്ട് ഞാൻ സംസാരിക്കുന്ന കേൾക്കണുണ്ടോയെന്ന് അറിയില്ല. മിസ്സിനൊക്കെ കണ്ടു. അങ്ങനെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. പിന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. പിന്നെ നേരെ പോകുന്നു. മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞു ബൈ ബൈ ഒക്കെ പറഞ്ഞു പോകുന്നു. ഒക്കെ നല്ല ചൂടാണ് ഗൈസ്. ഞാൻ കുട ചൂടിയിട്ടാണ് വന്നത്. സാധാരണ മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുട എടുത്തത്. ഇതിപ്പോൾ ചൂട് കാരണമാണ് ഞാൻ എടുത്തത്. ഇന്നത്തെ വിശേഷങ്ങൾക്കൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീണ്ടും കാണാം. ടാറ്റാ.